സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഗാന്ധി സ്റ്റഡീസിൻ്റെ സെക്കൻഡ് ലെസണാണ് എടുക്കുന്നത്. +1 ഗാന്ധിയൻ സ്റ്റഡീസ്, എം.കെ. ഗാന്ധിയുടെ രൂപാന്തരം ഒന്നാം ഘട്ടം. ഇത് 2 ഘട്ടങ്ങളായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ലെസൺ 2ഉം ലെസൺ 3യും. അത് നമ്മൾ ലെസൺ 2 ആണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത്. ലെസൺ 2 ആണ്. അപ്പോൾ ഗാന്ധിയുടെ മുഴുവൻ പേര് എം.കെ. ഗാന്ധി, അതായത് മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ മോനിയ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഓമന പേര് മോനിയ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഇനി അച്ഛൻ്റെ പേര് കരംചന്ദ് ഗാന്ധി. വൺ വേർഡായിട്ട് ചോദിക്കും. ഇതെല്ലാം പഠിക്കണം. അമ്മ പുത്ലിബായി. അദ്ദേഹത്തിൻ്റെ ജനനം 1869 ഒക്ടോബർ 2-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ജനനം. പിന്നെ ജനിച്ചത് പോർബന്തറിലാണ്. അത് കത്തിയവാടിലാണ് ഈ പോർബന്തർ. പോർബന്തറിന് മറ്റൊരു പേരുണ്ട്, സുദാമാപുരി എന്ന് പറയും. ഇതൊക്കെ വൺ വേർഡ് ചോദിക്കും, ബൈഹർട്ടാക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ സമുദായം ബനിയ സമുദായമാണ്. അദ്ദേഹം വർണ്ണം എന്ന് പറഞ്ഞാൽ ജാതി വൈശ്യ വർണ്ണത്തിൽപ്പെട്ട ആളാണ്. മുത്തച്ഛൻ്റെ പേര് ഉത്തം ചന്ദ് ഗാന്ധി. ഇദ്ദേഹം എത്രയാണ് അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ചെറുപ്പകാലത്തെക്കുറിച്ച് ഡീറ്റെയിൽ അറിയേണ്ടത്. ഇനി ഗാന്ധിയുടെ സത്യസന്ധത ഗാന്ധിയുടെ മുഖമുദ്രയാണ്. അതുപോലെ തന്നെ ജ്ഞാനം കൊണ്ട് ഗാന്ധി നിറഞ്ഞിരുന്നു. ഈ 2 കാര്യങ്ങളും ഗാന്ധിക്ക് ലഭിച്ച കുടുംബത്തിൽ നിന്നാണ്. അമ്മ ഭയങ്കര ദൈവവിശ്വാസിയാണ്. അതിലുപരി ഗാന്ധിക്ക് ചെറുപ്പത്തിൽ ഭയമുണ്ടായിരുന്നു. അപ്പം ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രാമനാമ രാമ 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 എന്നുള്ള രാമനാമം ജപിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത് രംഭ. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു പരിചാരിക വേലക്കാരിയാണ് രംഭ. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് പരീക്ഷയ്ക്ക്. ഗാന്ധിയെ ഭയത്തിൽ നിന്ന് മോചനം നൽകിയത് ആരാണ്? പരിചാരികയായ രംഭ ആണ്. പരിചാരികയായ രംഭ തന്നെ എഴുതണം. പരിചാരികയായ രംഭയാണ് ഗാന്ധിക്ക് രാമനാമത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കി കൊടുത്തത്. ഇനി ഗാന്ധിജിയെ സ്വാധീനിച്ച 2 രാജാക്കന്മാരാണ് ശ്രവണനും ഹരിശ്ചന്ദ്രനും. ശ്രവണൻ ഒരു രാജാവായിരുന്നു. ഒരു കഥയുണ്ട്. അദ്ദേഹം ഭയങ്കര നീതിമാനായിട്ടുള്ളൊരു രാജാവായിരുന്നു. അപ്പോൾ ഈ ശ്രവണൻ്റെ നീതി കണ്ടിട്ടും ഒരുപാട് സ്വത്തുള്ള ആളായിരുന്നു. അത് കണ്ടിട്ട് ദേവന്മാർക്ക് അസൂയ തോന്നി. ദേവന്മാർ അദ്ദേഹത്തെ പരീക്ഷിക്കുന്നതിനായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ ചോദിച്ച് സ്വത്ത് കൊടുത്തു. മുഴുവൻ കൊടുത്തു കഴിഞ്ഞപ്പം പിന്നെ ശ്രവണന് ഒന്നും ഇല്ലാതായി. അദ്ദേഹം വീട് വിട്ട് രാജകൊട്ടാരം വിട്ടിറങ്ങുകയാണ്. അപ്പോൾ ആ ശ്രവണൻ്റെ കഥ വായിച്ചപ്പോൾ അതിൻ്റെ ത്യാഗം ഗാന്ധി ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹരിശ്ചന്ദ്രൻ, അദ്ദേഹം ഒരു രാജാവായിരുന്നു. ഹരിശ്ചന്ദ്രൻ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയുടെ അമ്മയോടുള്ള സ്നേഹം ഹരിശ്ചന്ദ്രൻ ആണ്. ഇതിനകത്ത് പിതൃഭക്തിയാണ് ആ കഥയിൽ വെളിപ്പെടുന്നത്. ഹരിശ്ചന്ദ്രൻ നാടകം കണ്ടാണ്. ആ നാടകത്തിൽ ഹരിശ്ചന്ദ്രൻ്റെ അമ്മയ്ക്കും അച്ഛനും ദേശാടനം നടത്തും. ലോകം മുഴുവൻ പോകണം. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാനുള്ള പണം ഹരിശ്ചന്ദ്രൻ്റെ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒരു മുളവടി എടുത്ത് തോളിൽ വെച്ച് അതിൻ്റെ 2 സൈഡിലും കൊട്ടയ്ക്കുള്ളിൽ അച്ഛനെയും അമ്മയും ഇരുത്തി. മുളവടിയുടെ 2 സൈഡിലും കൊട്ട കെട്ടിയിട്ടിട്ട് എന്നിട്ട് അവരെ ചുമന്നുകൊണ്ട് നടന്ന് ലോകം മുഴുവൻ കാണിച്ചു. ഇത് 2ഉം ഗാന്ധിജിയെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി ഗാന്ധിജിയുടെ സ്കൂൾ ജീവിതത്തിന് തുടക്കം 1878 11ാം വയസ്സിൽ രാജ്കോട്ട് ഹൈസ്കൂളിൽ അവിടെ 7 വർഷം പഠിച്ചു. ഇനി സ്കൂൾ പഠനകാലത്തുണ്ടായ ഒരു സംഭവമാണ് കെറ്റിൽ സംഭവം. ഈ കെറ്റിൽ സംഭവം പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. 2 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യനാണ്. നോക്കുക, ഗാന്ധിയുടെ സത്യസന്ധത വെളിപ്പെടുത്തിയ ഒരു സംഭവമാണ് കെറ്റിൽ സംഭവം. ഗാന്ധി പഠിച്ച സ്കൂളിലൊരിക്കലും ഇൻസ്പെക്ടർ വന്നു. ഇൻസ്പെക്ടറിൻ്റെ പേര് മിസ്റ്റർ ഗിൽസ്. അദ്ദേഹം അവിടെ ഒരു കേട്ടെഴുത്തിട്ടു, ഡിറ്റക്ഷൻ. അപ്പോൾ ആ ഡിറ്റക്ഷനിൽ 5 വാക്കുണ്ടായിരുന്നു. ഗാന്ധി 4 വാക്കേ ശരിയാക്കിയുള്ളൂ. അവസാനത്തെ 5ാമത്തെ വാക്ക് കെറ്റിലെന്നായിരുന്നു. അത് ഗാന്ധിജി സ്പെല്ലിംഗ് തെറ്റിച്ചെഴുതി. KTTL എന്ന് പറയും, EL എന്ന് എഴുതി. അപ്പോൾ സഹപാഠിയോട് നോക്കി എഴുതാൻ അധ്യാപകൻ ആവശ്യപ്പെട്ടു. അധ്യാപകൻ നിങ്ങളെ ചുറ്റി നടന്ന് നോക്കി കുട്ടികളെല്ലാം സ്ലേറ്റിൽ എഴുതി. അപ്പം അന്ന് സ്ലേറ്റാണ്. ഗാന്ധിജി എഴുതി തെറ്റാണെന്ന് കണ്ടു. അപ്പോൾ അധ്യാപകനത് ശരിയാക്കി എഴുതാൻ ഗാന്ധിജിയോട് ആവശ്യപ്പെട്ടിട്ട് ഗാന്ധിജി എഴുതിയില്ല. അപ്പോൾ മറ്റുള്ള 5 വാക്ക് ശരിയായി. ഗാന്ധി മാത്രം 1 വാക്ക് തെറ്റിച്ചോളൂ. അങ്ങനെ ഒരു കുട്ടി മാത്രം 1 വാക്ക് തെറ്റിച്ചപ്പോൾ ആ ഇൻസ്പെക്ടർ അധ്യാപകനെ ശകാരിച്ചിട്ടുണ്ടാവും. എന്നാൽ അധ്യാപകനെ നിർബന്ധിച്ചിട്ടും കോപ്പി അടിക്കാൻ ഗാന്ധിജി തയ്യാറായില്ല. എന്നാൽ അധ്യാപകനുള്ള ഗാന്ധിയുടെ സ്നേഹമോ ബഹുമാനമോ കുറഞ്ഞിട്ടുമില്ലായിരുന്നു. ഇത് ഗാന്ധിജിയുടെ സത്യസന്ധത വെളിപ്പെടുത്തുന്നൊരു സംഭവമാണ്. അത് ഗാന്ധിയുടെ ആത്മകഥയിൽ അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ഗാന്ധിജിക്ക് അഹിംസ സത്യസന്ധത വന്ന ഒരു കഥയാണ്, ഒരു സംഭവമാണിത്. ഇനി അഹിംസയിൽ ഗാന്ധിക്ക് ഒരു പാഠം കിട്ടി, സാധനാ പാഠം. ആ പാഠം കിട്ടിയൊരു സംഭവം ഇതാണ്. ഗാന്ധിജി കുഞ്ഞായിരുന്നപ്പോൾ, വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സഹോദരൻ്റെ കടം വീട്ടാനെ സ്വന്തം ജ്യേഷ്ഠൻ്റെ സ്വർണ്ണ കൈവള എന്നൊരു ചെറിയൊരു സ്വർണ്ണ കഷ്ണം മോഷ്ടിച്ചു. എന്നിട്ട് അത് വിറ്റിട്ട് കടം വീട്ടി. പക്ഷേ
കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗാന്ധിജിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ ഗാന്ധി എന്ത് ചെയ്തു, അച്ഛനോട് നേരിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ഛനവിടെ ഒറ്റയ്ക്കിരുന്ന സമയത്ത് ഒരു കത്തിലൂടെ കുറ്റസമ്മതം നടത്തി. അപ്പോൾ കൺഫെഷൻ നടത്തിയപ്പോഴത്തേക്ക് അച്ഛൻ വഴക്ക് പറയും, പൊതിരെ തല്ലുമെന്നാണ് കരുതി. പക്ഷേ കത്ത് വായിച്ച് ഗാന്ധിയുടെ പിതാവ് കരഞ്ഞു. കാരണം എൻ്റെ മകന് സത്യം പറഞ്ഞല്ലോ, അവന് പ്രായശ്ചിത്തമുണ്ടായി. ഇത് ഗാന്ധിയെ വളരെ വേദനിപ്പിച്ചു. അങ്ങനെ സത്യത്തെ മുറുകെ പിടിക്കാൻ ആ സംഭവം ഗാന്ധിക്ക് കാരണമായി. അപ്പോൾ ഗാന്ധിയുടെ സ്വഭാവ രൂപവൽക്കരണത്തിന് ഈ രണ്ട് കാരണങ്ങളും കാര്യമായി അല്ലെങ്കിൽ കാരണമായി. അപ്പോൾ ഇത് അതിനെക്കുറിച്ചുള്ള എസ്സേ ചോദിച്ചാൽ അത് ഉൾപ്പെടുത്തി എഴുതണം. ഇനി ഗാന്ധിയുടെ വിവാഹം 13-ാം വയസ്സിലാണ് നടന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് കസ്തൂർബ. അതുപോലെ തന്നെ പഠിച്ച കോളേജ് ഭാവ്നഗറിലെ സമൻദാസ് കോളേജിലാണ് പഠിച്ചത്. നിയമപഠനം 1888 അത് ലണ്ടൻ കോളേജിലാണ് പഠനം നടത്തിയത്. ഇനി ലണ്ടനിൽ വെച്ചൊരു വെജിറ്റേറിയൻ സൊസൈറ്റി അദ്ദേഹം രൂപം കൊടുത്തു. കാരണം പ്ലീ ഓഫ് വെജിറ്റേറിയനിസം എന്നൊരു പുസ്തകം, ഹെൻറി സാൾട്ടിൻ്റെ പുസ്തകം വായിച്ചപ്പോഴാണ് വെജിറ്റേറിയൻ ആഹാരത്തിൻ്റെ പ്രസക്തി അദ്ദേഹത്തിന് മനസ്സിലായത്. അങ്ങനെ അദ്ദേഹം 1890 വെജിറ്റേറിയൻ സൊസൈറ്റിയുടെ ഭാഗമായി. തിയോസഫിക്കൽ സൊസൈറ്റി അതും ആനി ബെസൻറ്റ് സൊസൈറ്റിയാണ്. ആനി ബെസൻറ്റ് സ്ഥാപിച്ച 1875 ആ സൊസൈറ്റിയുടെ ഒരു അംഗമായി ഗാന്ധിജി പ്രവർത്തിച്ചു. 1891 മാർച്ച് 26 അദ്ദേഹം അതിൻ്റെ അംഗമായത്. പിന്നെ ഹിന്ദു, ക്രിസ്ത്യൻ, ഇസ്ലാം, ബുദ്ധമതമൊക്കെ ഗാന്ധിയെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഗാന്ധി ഹിന്ദുവാണ്, പക്ഷേ ക്രിസ്തു മതം ഗാന്ധിയെ സ്വാധീനിച്ചിട്ടുണ്ട്. ക്രിസ്തു മതത്തിലെ യേശുവിൻ്റെ ഗിരിപ്രഭാഷണമാണ് ഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട കാര്യം. അതുപോലെ തന്നെ സത്യാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം സത്യാഹിംസ, സ്വയം സഹനം എന്നിവയാണ്. അപ്പോൾ യേശുവിൻ്റെ കുരിശുമരണമാണ്, കുരിശുമരണത്തിൽ സഹനവും ത്യാഗവും ഇത് ഗാന്ധി വളരെ ആകർഷിച്ചിട്ടുണ്ട്. ഇനി യേശുവിനെ ഗാന്ധിജി വിശേഷിപ്പിക്കുന്ന സത്യാഗ്രഹികളുടെ രാജകുമാരൻ. അപ്പോൾ ഇത് മൺപടി ചോദിക്കാം. ഇനി ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനം എന്നാണ്. അപ്പോൾ ഇസ്ലാം മതത്തിലെ സഹിഷ്ണുതയും സാർവലൗകിക സ്നേഹമൊക്കെ ഗാന്ധിജിയെ വളരെയേറെ സ്വാധീനിച്ച സംഭവങ്ങളാണ്. ഇത് വീണ്ടും കേട്ട് പഠിക്കുക, ഹൃദയസ്ഥമാക്കുക, ആവശ്യമുള്ള നോട്ടുകൾ കുറിച്ചെടുക്കുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഇതോടെ നിർത്തുന്നു. അടുത്ത ടോപ്പിക്കായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ എത്തുന്നതായിരിക്കും. താങ്ക് യു.